മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയായ അധ്യാപകൻ ഫർസീൻ മജീദിനെതിരായ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഫർസീൻ 1 വർഷത്തെ ശമ്പള വർധന തടഞ്ഞ് മട്ടന്നൂർ യു പി സ്കൂൾ മാനേജ്മെന്റ് ഉത്തരവിറക്കിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ മാനേജ്മെന്റിനും കോടതി നോട്ടീസ് അയച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്നു. വിഷ്ണു, ഫർസീൻ ആശ്വാസം, നിലവിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത കേസിലായിരുന്നു 1 വർഷത്തെ ശമ്പളാനുകൂല്യം തടഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. സുഹൈല, 1 വർഷത്തേക്കാണ് ഫർസീൻ മജീദിന്റെ ശമ്പള വർധനവ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മട്ടന്നൂർ യു പി സ്കൂൾ തടഞ്ഞത്. ഫർസീൻ അവിടുത്തെ അധ്യാപകനാണ്, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ഒക്കെയാണ്. അതിലന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത് സ്ഥാപന മേധാവിയെ അറിയിക്കാതെ ഇത്തരത്തിലൊരു യാത്ര നടത്തി, ഒപ്പം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ഇയാൾ അധ്യാപക ജീവിതത്തിന് കളങ്കം വരുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫർസീൻ മജീദ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവ് അത് താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രേരിതം, അതായത് ഫർസീൻ മജീദിനെതിരെയുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതം എന്നൊരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. കേസ് അടുത്ത ആഴ്ച ഒരുപക്ഷെ വീണ്ടും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. സുഹൈൽ.